ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 ആണ്. നമ്മുടെ ഭൂമി. ആദ്യം തന്നെ ഞാൻ ഭൂമി എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്ത് ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 5500 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുന്നുണ്ടോ? നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടില്ലേ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്ന് അറിയുമോ? ഏകദേശം 12 കിലോമീറ്റർ. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് എന്ന് മനസ്സിലാക്കുക സാധ്യമാണോ? പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെടുത്തുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചിരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടും. പിന്നെ കൂടാതെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, പിന്നെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. ഇനി ഭൂമിയുടെ ഘടന നോക്കാം. ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? നോക്കിക്കേ, ഈ ഒരു പിക്ചറിനകത്ത് ഔട്ടർ ലെയർ എന്താണ്? ഭൂവൽക്കം. പിന്നെ ഉള്ളിൽ മാൻഡിൽ, ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറകളിലെ വിവിധ പാളികളായി തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കും. ഏറ്റവും പുറമേ ഉള്ള ഔട്ടർ പാളിയാണ് ഭൂവൽക്കം. ഏറ്റവും അകത്തുള്ളതോ അകക്കാമ്പ്. അതിന് തൊട്ട് പുറകിലുള്ളത് പുറക്കാമ്പ്, പിന്നെ മാൻഡിൽ, ഭൂവൽക്കം. നമുക്ക് ഓരോന്നും നോക്കാം. ഭൂവൽക്കം എന്താണ്? ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമായ പാളിയാണിത്. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഭൂവൽക്കത്തെ 2ആയിട്ട് തിരിക്കാം. വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. അതിന് ഏകദേശം ശരാശരി 30 കിലോമീറ്ററോളം കനം വരും. ഇനി വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. അപ്പോൾ വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശങ്ങളിൽ എത്ര കിലോമീറ്റർ ഉണ്ട് കനം? 70 കിലോമീറ്റർ കനവും. പിന്നെ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. ഇനി മാൻഡിൽ എന്താണ്? മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ, അതിനെയാണ് മാഗ്മ എന്ന് പറയുന്നത്. അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പോൾ ശിലാമണ്ഡലത്തിന് അഥവാ ലിതോസ്ഫിയറിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെ എന്ത് പറയുന്നു? അസ്തനോസ്ഫിയർ എന്നാണ് പറയുന്നത്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലായിരിക്കും ഉള്ളത്. ഇനി കാമ്പ് അഥവാ കോർ എന്താണ്? മാൻഡിലിന് താഴെയുള്ള ഭാഗത്തെയാണ് കാമ്പ് എന്ന് പറയുന്നത് അഥവാ കോർ എന്ന് പറയുന്നത്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളാണ് ഉള്ളത്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമായിരിക്കും ഉള്ളത്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ എന്നിവയാൽ നിർമ്മിച്ചതായിരിക്കും. അതിനാൽ ഇവയെ നിഫെ എന്ന് വിളിക്കും. നിക്കൽ, ഇരുമ്പ് എന്നുള്ളതിൻ്റെ ഫെറം എന്നുള്ളതിൻ്റെ ഇരുമ്പ്, അതിൻ്റെയാണ് നിഫെ എന്നും പേരുണ്ട്.
അകക്കാമ്പിൻ്റെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അകക്കാമ്പിനെ രണ്ടായിട്ട് തിരിക്കും. കാമ്പിനെ രണ്ടായിട്ട് തിരിക്കുന്ന അകക്കാമ്പും പുറക്കാമ്പും. പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിലായിരിക്കും, അകക്കാമ്പ് ഖരാവസ്ഥയിലായിരിക്കും. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ നിർമ്മിതമായതാണ്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിന് ചൂടെന്ന് പറയുന്ന 5500 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. ഈ ഭൂമിയുടെ ഘടനാ സവിശേഷതകൾ നോക്കാം. ഭൂവൽക്കം ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് പറയുന്നത്, ഏറ്റവും പുറമേയുള്ള ഭാഗം നേർത്ത പാളിയാണ്. പിന്നെ കരരൂപത്തിൽ പാറകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ സമുദ്ര ഭൂവൽക്കമെന്നും വൻകര ഭൂവൽക്കമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. വൻകര ഭൂവൽക്കത്തിന് അനിക്കും കനം കൂടുതൽ, ശരാശരി 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശങ്ങളിൽ ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. ഇത് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഇനി ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ടുള്ളതാണ് മാൻഡിൽ. 2900 കിലോമീറ്റർ വരെ ആയിരിക്കും വ്യാപിച്ചു കിടക്കുന്നത്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്ന് പറയുന്നു ശിലാമണ്ഡലം അഥവാ ലിതോസ്ഫിയർ എന്ന് പറയുന്നു. ഈ ശിലാമണ്ഡലത്തിൽ താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലായിരിക്കും. പിന്നെ കാമ്പ്, അകക്കാമ്പ്, പുറക്കാമ്പ് എന്ന് പറയുന്നത് നിഫെ എന്ന് വിളിക്കുന്നു. എല്ലാം പറഞ്ഞ അത് തന്നെ ഒരു പോയിൻ്റായിട്ട് കൊടുത്തേക്കാണ്. ഇനി ഭൂമിയുടെ അന്തരീക്ഷം. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും മാറിയത് എങ്ങനെയായിരിക്കും? ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളറയിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അപ്പോൾ എന്താണ് പറയുന്നത്? ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൂമി. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വായു പുതപ്പാണ് ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ക്രമേണ സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് എന്തൊക്കെ? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റ് വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അവ എത്ര അളവിൽ കാണപ്പെടുന്നുവെന്നും നമുക്ക് നോക്കാം. അപ്പം അന്തരീക്ഷ സംരചന അഥവാ കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000 കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ 2 വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഏതൊക്കെയാണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഇനി നോക്ക്, അന്തരീക്ഷ വാതകങ്ങൾ നോക്ക്. 78% നൈട്രജൻ, 21% ഓക്സിജൻ, ബാക്കി 1% ബാക്കിയുള്ള വാതകങ്ങളായിട്ടുള്ള ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ എന്നിവ. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള ഏത് വാതകമാണ്? നൈട്രജൻ ആണ്. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയ എന്ത് പറയുന്നു? ഇവാപൊറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. അപ്പോൾ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം ഭൗമോപരിതലത്തിൽ നിന്ന് വെറും 90 കിലോമീറ്റർ വരെയേ ഉള്ളൂ. ഇനി വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്.
അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ അഥവാ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി എന്ന് വിളിക്കുന്നു. എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എത്തുന്നതെന്ന് നോക്കാം. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, പിന്നെ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു എന്ന് നോക്കൂ. കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. നോക്കൂ, പലതരത്തിലുള്ള അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പിക്ചറായി കൊടുത്തേക്കുന്നത്. അമ്ലമഴ എന്താണ്? അമ്ലമഴ കൽക്കരി പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങി നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5 കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ഇനി പുകമഞ്ഞ് എന്താണ്? സ്മോഗ്. പുകമഞ്ഞ് അഥവാ സ്മോഗ് എന്താണ്? പുകയും അഥവാ സ്മോക്ക്, പിന്നെ മൂടൽമഞ്ഞും ഫോഗ്, ഇത് രണ്ടുകൂടെ ഈ വേർഡ്സ് ചേർന്നാണ് സ്മോഗ് എന്ന് പറയുന്ന വേർഡ്സ് വന്നത്. ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെട്ടത്. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങി പ്രവർത്തികളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ഡൽഹിയിലൊക്കെ ഭയങ്കരമായിട്ട് ഈ പൊല്യൂഷനാണ്, ഈ വായു മലിനീകരണമാണ് കൂടുതലുള്ളത്. ഇനി പലതുണ്ട് പരിഹാരങ്ങൾ. അപ്പോൾ അന്തരീക്ഷത്തിൽ എങ്ങനെയൊക്കെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, പിന്നെ സോളാർ എനർജി യൂസ് ചെയ്യുക, ഇലക്ട്രിക് ബസ്സുകളും അല്ലെങ്കിൽ സോളാർ അങ്ങനെയുള്ള ബസ്സുകളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ യാത്രയ്ക്കൊക്കെ സൈക്കിളൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് വായു മലിനീകരണം നിയന്ത്രിക്കാൻ കഴിയും. അന്തരീക്ഷ ഘടന നോക്കാം. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിക്കുന്നു. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം 5.9 നിരീക്ഷിച്ച് അന്തരീക്ഷ പാളികളെ പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെ 5ആയിട്ട് തിരിക്കാം. അന്തരീക്ഷ പാളികളാണ്. അപ്പോൾ ഓരോന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയർ എന്താണ്? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ഭൗമോപരിതലത്തിൽ നിന്ന് 13 കിലോമീറ്റർ വരെ ശരാശരി ഉയരം വരുന്നതാണ് ട്രോപ്പോസ്ഫിയർ. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണ് ട്രോപ്പോസ്ഫിയറിനുള്ളത്. അപ്പം ട്രോപ്പോസ്ഫിയറിന് ധ്രുവപ്രദേശത്ത് നിന്ന് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് 18 കിലോമീറ്റർ ഉയരമാണ് ഉള്ളത്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളികളിലാണുള്ളത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് എന്നു വിളിക്കുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന്റെ ഒരു സവിശേഷത എന്താണ്? ഓരോ 165 മീറ്റർ ഉയരത്തിൽ, അതായത്
ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. ഇതിനെയാണ് താപനഷ്ട നിരക്ക് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. മറ്റിടത്ത് 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് താപം കുറഞ്ഞു വരുന്നുണ്ട്. അന്തരീക്ഷ താപനില കുറയുന്നു. ഇവിടെയാണെങ്കിൽ കൂടി വരികയാണ് ചെയ്യുന്നത്. 50 കിലോമീറ്റർ വരെയാണ് ഉയരം ശരാശരി ഭൗമോപരിതലത്തിൽ നിന്ന്. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. നമ്മുടെ ഓസോൺ പാളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ഇത് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഉപരിതലത്തിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം. സൂര്യനിൽ നിന്ന് അപകടകരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്? എന്തൊക്കെയാണ് നോക്കാം. ആഹാര ശൃംഖലയിലെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാവുന്ന ക്യാൻസർ. പഠിക്കണേ. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, പിന്നെ അന്ധത, തിമിരം, പിന്നെ ത്വക്കിലുണ്ടാവുന്ന ക്യാൻസർ. ഇനി ഓസോൺ ദിനം. ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിലുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇനി അടുത്തതാണ് നമ്മൾ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും പറഞ്ഞ് ഇനി അടുത്ത അന്തരീക്ഷപാളി ഏതാണ്? മിസോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമോപരിതലത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. അപ്പോൾ ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് മിസോസ്ഫിയറിൽ വെച്ചാണ്. ഇവിടെ താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് മിസോസ്ഫിയറിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഉൽക്കകൾ മിക്കവും കത്തിച്ചാരമാകുന്നത്. ഇനി അടുത്തത് തെർമോസ്ഫിയർ നോക്കാം. മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. മിസോസ്ഫിയറിന് മുകളിലായിട്ട് 80 to 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിന് താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. എന്താണ് അയണോസ്ഫിയർ നോക്കാം. അന്തരീക്ഷത്തിലെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര സംപ്രേഷണത്തിന് പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ്? അയണോസ്ഫിയറിലാണ്. ഇനി എക്സോസ്ഫിയർ നോക്കാം. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത്. 400 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു. 400 കിലോമീറ്റർ മുകളിലായിട്ടാണ് എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു.
ഇത് കറക്റ്റായിട്ട് യോജിപ്പിക്കാനാണ്. ഭൂമിയുടെ ഉള്ളറ, അന്തരീക്ഷം, അന്തരീക്ഷ പാളികൾ, ഇവയുടെ സവിശേഷതകൾ എന്നിവ നാം വിശദമായി ചർച്ച ചെയ്തല്ലോ. ഭൂമിയിൽ സസ്യജാലങ്ങളുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ അന്തരീക്ഷത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതകളുടെയും പങ്ക് നിർണായകമാണ്. നല്ലൊരു ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ അന്തരീക്ഷ പാളികളൊക്കെ നല്ലപോലെ പഠിക്കണം. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിൻ്റെ എല്ലാം എത്ര കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന് നോക്കണേ. പിന്നെ ഭൂവൽക്കം, മാൻറ്റിലും അതുമെല്ലാം ഭൂമിയുടെ ഘടനയൊക്കെ പഠിക്കണം. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.